ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന കവിതാസമാഹാരത്തിൽ ആനന്ദമുരളി എന്നുള്ള ഭാഗത്ത് ശുദ്ധാദ്വൈതം എന്ന കീർത്തനം തത്വത്തിൻ്റെ താരുണ്യവും അതേപോലെ തന്നെ സത്യത്തിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്ന ഭാവനാനിർഭരമായ ഭക്തി സംഗീതം, അതാണ് ശുദ്ധാദ്വൈതം. പാതിരയായി നേരമാരണകത്തുടൻ വാതിൽ തുറന്നാലും ആരോമലേ. പാതിരയായി നേരമാരണകത്തുടൻ വാതിൽ തുറന്നാലും ആരോമലേ. ഇല്ല തുറക്കില്ല നീയാരാണെന്നതു ചൊല്ലിയേ വാതിൽ തുറക്കയുള്ളൂ. ഇല്ല തുറക്കില്ല നീയാരാണെന്നതു ചൊല്ലിയേ വാതിൽ തുറക്കയുള്ളൂ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. മറ്റാരുമല്ല ഞാൻ കൃഷ്ണനാണോ മനെ തെറ്റിദ്ധരിക്കേണ്ട പേടിക്കേണ്ട. മറ്റാരുമല്ല ഞാൻ കൃഷ്ണനാണോ മനെ തെറ്റിദ്ധരിക്കേണ്ട പേടി വേണ്ട. ആരാണി കൃഷ്ണനെന്നോതുന്ന പുരുഷൻ നേരു പറഞ്ഞാൽ ഞാൻ സാക്ഷ നീക്കാം. ആരാണി കൃഷ്ണനെന്നോതുന്ന പുരുഷൻ നേരു പറഞ്ഞാൽ ഞാൻ സാക്ഷ നീക്കാം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ആ കഷ്ടം കൃഷ്ണനെ നീയറിയില്ലെന്നു നിൻ കാന്തൻ നിൻ പ്രാണനാണു കൃഷ്ണൻ. ആ കഷ്ടം കൃഷ്ണനെ നീയറിയില്ലെന്നു നിൻ കാന്തൻ നിൻ പ്രാണനാണു കൃഷ്ണൻ. എൻ പ്രാണനാരാണു സത്യമൂരക്ഷെങ്കിൽ അമ്പിച്ച വാതിൽ തുറന്നു കൊള്ളാം. എൻ പ്രാണനാരാണു സത്യമൂരക്ഷെങ്കിൽ അമ്പിച്ച വാതിൽ തുറന്നു കൊള്ളാം. നാരായണ
നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ധന്യേ നിൻ പ്രാണനായി കൃഷ്ണനെന്നോതും ഞാൻ അന്യനൊരാളല്ല നീ തന്നെയാ. ധന്യേ നിൻ പ്രാണനായി കൃഷ്ണനെന്നോതും ഞാൻ അന്യനൊരാളല്ല നീ തന്നെയാ. വേണ്ട പോലുള്ള മറുപടി കേട്ടപ്പോൾ വേഗമാ ഗോപി തുറന്നാൾ വാതിൽ. വേണ്ട പോലുള്ള മറുപടി കേട്ടപ്പോൾ വേഗമാ ഗോപി തുറന്നാൾ വാതിൽ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര പൂജ ഇന്ന് 966 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ദ്വാദശസ്കന്ധം 11 അധ്യായത്തിൽ 4 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യം, ക്രിയായോഗത്തെക്കുറിച്ച്, ഭഗവാന്റെ പൂജാവിധികളെക്കുറിച്ചുള്ള ചോദ്യം, ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് 4 ശ്ലോകം മുതൽ നമ്മൾ അനുസ്മരിക്കുന്നത്. സൂതൻ പറഞ്ഞു തുടങ്ങുന്നു: നമസ്കൃത്യ ഗുരൂൻ വക്ഷ്യേ വിഭൂതിർ വൈഷ്ണവീരപി യാ പ്രോക്ത വേദതന്ത്രാഭ്യാം ആചാര്യൈ പത്മജാതിഭി. പത്മജാതിഭി ആചാര്യൈ, ബ്രഹ്മാവ് മുതലായ ആചാര്യന്മാരാൽ വേദതന്ത്രാഭ്യാം യാ പ്രോക്ത, വേദങ്ങളും തന്ത്രങ്ങളും കൊണ്ട് എന്താണോ പറഞ്ഞിട്ടുള്ളത്, താ വൈഷ്ണവീ വിഭൂതി അപി, ആ വൈഷ്ണവ വിഭൂതികളെയും ഗുരുൻ നമസ്കൃത്യ ഭക്ഷ്യേ, ഗുരുക്കന്മാരെയും നമസ്കരിച്ചിട്ട് ഞാനിതാ പറയാമെന്നാണ്. അപ്പോൾ ഗുരുപദേശം കൊണ്ടേ എന്തും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഗുരുവിനെ നമസ്കരിച്ചിട്ട് വേണം ആരംഭിക്കാൻ. സൂതൻ പറയുകയാണ്, ക്രിയാമാർഗത്തെ ആദ്യത്തിൽ നിശ്ചയിച്ച ആചാര്യന്മാര് അതാരാണ്? ബ്രഹ്മാദികളാകുന്ന ആചാര്യന്മാര്, പത്മജാതിഭി. അങ്ങനെ ആ ബ്രഹ്മാദികളാൽ വേദത്തിലും തന്ത്രത്തിലും എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, ആ വിധത്തിൽ വൈഷ്ണവ വിഭൂതികളെ ഞാൻ പറയാം. എങ്ങനെ പറയാം? ആ ഗുരുക്കന്മാരെ അനുസ്മരിച്ചും കൊണ്ട്, നമസ്കരിച്ചും കൊണ്ട്. മായാദ്യൈർനവഭിസ്തത്വൈ സവികാരമയോ വിരാട് നിർമ്മിതോ ദൃശ്യത്തെ യത്ര സചിത് കേ ഭുവനത്രയം. മായാദ്യൈ നവഭി തത്വൈ, മായാദികളാകുന്ന 9 തത്വങ്ങൾ കൊണ്ട്. ഇവിടെ നവഭി എന്ന് പറയുമ്പോൾ 9 ഉദ്ദേശിക്കുന്നു. വികാരമയ സ വിരാട് നിർമ്മിത, വികാരങ്ങളോടുകൂടിയ ആ വിരാട് പുരുഷൻ നിർമ്മിക്കപ്പെട്ടു. സചിത് കെ യത്ര, ചേതനാധിഷ്ഠിതമായ യാതൊന്നിൽ ഭുവനത്രയം ദൃശ്യത്തെ, 3 ലോകങ്ങളും കാണപ്പെടുന്നു. അപ്പം മഹാവിഷ്ണുവിൻ്റെ അവയവങ്ങളെ കൽപ്പിക്കുന്നത്
ഭൂമി മുതലായ തത്വങ്ങളെ കൊണ്ടാണ് എന്ന് പറയാൻ തുടങ്ങുകയാണ് സൂതൻ. ഒന്നാമതായിട്ട് ഏതിലാ കൽപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിന് വിരാട് രൂപത്തിൽ കൽപ്പിക്കുന്നു. അപ്പോൾ വിരാട് രൂപത്തെ കാണിക്കുന്നു. ആനന്ദ ചിത് ഘനസ്വരൂപനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഉപാസിക്കാൻ വേണ്ടി ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം? വിരാട് സ്വരൂപത്തെ കൽപ്പിക്കണം. പ്രകൃതി, സൂത്രാത്മാവ്, മഹത്തത്വം, അഹങ്കാരതത്വം, പിന്നെ പഞ്ചതന്മാത്രകൾ. അപ്പം ഈ 4ഉം പിന്നെ പഞ്ചതന്മാത്രകളാകുന്ന 5ഉം കൂടുമ്പോഴാണ് ഈ 9 തത്വങ്ങൾ. എന്താണ് പഞ്ചതന്മാത്രകൾ? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇത് 5ഉം. അപ്പോൾ ഇങ്ങനെ 9: പ്രകൃതി, സൂത്രാത്മാവ്, മഹത്തത്വം, അഹങ്കാരതത്വം, ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം. ഈ 9ഉം ചേർന്ന് വിരാട് സ്വരൂപത്തെ സങ്കല്പിക്കുന്നു. അങ്ങനെ ഈ 11 ഇന്ദ്രിയങ്ങളും പഞ്ചമഹാഭൂതങ്ങളുമാകുന്ന വികാരങ്ങളോട് കൂടിയിരിക്കുന്നവൻ വിരാട് പുരുഷൻ. ചൈതന്യാധിഷ്ഠിതമായ ആ വിരാട് പുരുഷ ശരീരത്തിൽ നിന്ന് എന്തുണ്ടായി? 3 ലോകങ്ങളും ഭുവനത്രയം ദൃശ്യത്തെ എന്നാണ്. ഏതദ്വൈ പൗരുഷം രൂപം ഭൂപാദൗദ്യൗ ശിരോനഭ നാഭി സൂര്യോക്ഷിണീനാസേ വായു കർണോദിശ പ്രഭോ. എങ്ങനെയൊക്കെയാണ് വിരാട് പുരുഷന്റെ ഈ 3 ലോകങ്ങൾ എങ്ങനെയാണ് വിരാട് പുരുഷനിൽ ചേർന്ന് നിൽക്കുന്നത്? ഏതദ്വൈ, ഇത് തന്നെ, പൗരുഷം രൂപം, ആ വിരാട് പുരുഷ സ്വരൂപം. ഭൂമി, പാദൗ പാദങ്ങൾ, ദ്യൗ ദ്യോവ് ശിരഃ ശിരസ്, നഭഃ നഭസ് ആകാശം, നാഭി, സൂര്യൻ അക്ഷിണി നേത്രങ്ങൾ, വായു നാസേ നാസികകൾ, ദിശഃ ദിക്കുകൾ, പ്രഭോ കർണം പ്രഭുവിൻ്റെ കാതുകൾ. ഇപ്പം ഈശ്വരൻ അധിവസിക്കുന്ന ഈ 3 ലോകം തന്നെയാണ് വിരാട് പുരുഷന്റെ സ്വരൂപം. ലോകങ്ങളെ ഭഗവാനിൽ നിന്ന് ഭിന്നമല്ലാതെ ഭഗവത് സ്വരൂപമായിട്ട് തന്നെ കാണണം. ഈശാവാസ്യമിതം ജഗത്, ഈ ലോകത്തിൽ ഈശ്വരനല്ലാതെ ഒന്നുമില്ല, ഈശ്വരൻ സൃഷ്ടിച്ചതല്ലാതെ ഒന്നുമില്ല, എല്ലാം ഈശ്വരനാണ്. അതുകൊണ്ടാണ് ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് ശത്രുമിത്ര ഭേദം ഒക്കെ ഇല്ലാതെയാവണത്. അവർക്ക് ശത്രുവിലും ഈശ്വരനെ കാണാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല. എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന് ചിന്തിക്കാറാവണില്ല നമുക്ക്. വെറുതെ ഒരു കല്ല് കിടക്കുമ്പോൾ ആ കല്ലിലും ചൈതന്യമായി ഭഗവാനുണ്ട് എന്ന് നമുക്ക് തോന്നാറില്ല. പക്ഷെ അങ്ങനെ തോന്നണം. അതാണ് യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നു. അപ്പം ലോകങ്ങളെ ഭഗവാനിൽ നിന്ന് ഭിന്നങ്ങളല്ലാതെ ഭഗവത് സ്വരൂപമായിട്ട് കാണണം. അപ്പം ഭഗവാന്റെ സ്വരൂപമായിട്ട് കാണുമ്പോൾ ആ സ്വരൂപത്തിന് കണ്ണ്, മൂക്ക്, അങ്ങനെ അവയവങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? അംഗോപാംഗങ്ങൾ ഉണ്ടാവും. അപ്പം അത് എങ്ങനെയാവണം? അതിനുവേണ്ടി പറയുകയാണ്, ഭൂലോകം ഭഗവാന്റെ പാദങ്ങളാണ്. ഇത് മറ്റൊരു രീതിയിൽ പാതാളമാണ് പാദങ്ങളെന്ന് വേറൊരിടത്ത് കാണാൻ സാധിക്കും. ഇപ്പം ദേവലോകമോ ശിരസ്, ആകാശമാണ് നാഭീസ്ഥലം, സൂര്യൻ നേത്രങ്ങളാണ്, വായു നാസികാദ്വാരങ്ങളാണ്, ദിക്കുകൾ ശ്രോത്രേന്ദ്രിയങ്ങളാണ് എന്നും മനസ്സിലാക്കുക. പിന്നെയോ പ്രജാപതി പ്രജനനം അപാനോ മൃത്യുരീശിതു തദ്ബാഹവോ ലോകപാല മനശ്ചന്ദ്രോ ഭ്രുവൗ യമ. പിന്നെ എന്തൊക്കെയാ? പ്രജാപതി ബ്രഹ്മാവ്, പ്രജനനം ഗുഹ്യേന്ദ്രിയമാണ് എന്നാണ്, ഗുഹ്യസ്ഥാനം മേഢ്രം എന്നൊക്കെ പറയും. കാരണം സൃഷ്ടി അവിടെ നിന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഗുഹ്യേന്ദ്രിയമാണ്. ഈശിതുഹു അപാനഹ, ഈശ്വരൻ്റെ അപാനവായു, അതാണ് മൃത്യു. മരണം എന്ന് പറയുന്നത് ഭഗവാന്റെ അപാനവായുവാണ്. 5 തരത്തിൽ പ്രാണവായുക്കൾ, അല്ലേ? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇതിൽ അപാനവായുവാണ് മൃത്യു. തദ്ബാഹവോ ലോകപാല, ഭഗവാന്റെ കൈകൾ എന്ന് പറയുന്നതോ അതാണ് ലോകപാലന്മാർ. കൈകളെ കൊണ്ടാണ് ലോകത്തെ നിലനിർത്തുക. അതുകൊണ്ടാണ് രാജാവ് അല്ലെ ക്ഷത്രിയൻ ഭഗവാന്റെ കൈകളാണ് എന്ന് പറയാറുള്ളത്. ഇപ്പോൾ ഇവിടെ ലോകപാലന്മാരാണ് ഭഗവാന്റെ
കൈകൾ. പിന്നെ ചന്ദ്രൻ മനസ്സ്, മനശ്ചന്ദ്രോ, ചന്ദ്രൻ മനസ്സിൻ്റെ ദേവതയാണ്. അതുകൊണ്ട് ഇവിടെ മനസ്സായിട്ട് ചന്ദ്രൻ. യമനോ ഭ്രുവവും യമഹ, ആ പുരികക്കൊടിയാണ് ഭഗവാന്റെ പുരികക്കൊടിയുടെ ഒരു ചെറു ചലനമാണ് കാലചക്രത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം യമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? കാലം കഴിഞ്ഞാൽ നമുക്ക് യമൻ്റെ അടുത്തേക്ക് പോകണം. കാലം കഴിഞ്ഞു, പിന്നീട് അങ്ങോട്ട് പോകും, കാലൻ്റെ അടുത്തേക്ക് പോകും അല്ലേ? ഇതേപോലെ ഭഗവാന്റെ പുരികക്കൊടിയുടെ ചെറു ചലനം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ഭഗവാന്റെ പുരികങ്ങൾ യമനാണ് എന്ന് സൂചിപ്പിച്ചു. ലജ്ജോത്തരോധരോ ലോഭോ ദന്താ ജ്യോത്സ്നാസ്മയോ ഭ്രമ രോമാണി ഭൂരുഹാ ഭൂമ്നോ മേഘാ പുരുഷമൂർധജ. ഭൂമ്നഹ, ഭൂമാവിൻ്റെ, സർവത്ര നിറഞ്ഞിരിക്കുന്നവൻ്റെ, ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവൻ്റെ, വിഭു പ്രഭു എന്നൊക്കെ ഭഗവാനെ പറയുന്നു. സ്മയഹ, ഭഗവാന്റെ ഹാസമുണ്ടല്ലോ, പുഞ്ചിരി. ഭ്രമഹ, ഭ്രമത്തിന് കാരണമായ മായയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ പുഞ്ചിരി, ഭഗവാൻ പുഞ്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരിയുടെ സൗന്ദര്യത്തിൽ, അതിൻ്റെ മനോഹാരിതയിൽ ലോകത്തെ മുഴുവൻ ഭഗവാൻ മായയിൽ എന്നതുപോലെ മയക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഭൂരുഹ, ഭൂരുഹ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ രോമാണി, രോമങ്ങളാണ്. മൂർധജ, കേശരോമങ്ങളെയാണ് മൂർധജ എന്നും അത് മേഘങ്ങളാണ് എന്നും പറയുന്നു. ദന്ത, പല്ലുകളോ, ജ്യോത്സ്ന, ചന്ദ്രികയാണ് അത്രേ. മായ പുഞ്ചിരിയാണ്, വൃക്ഷലതാദികൾ രോമങ്ങളാണ്, മേഘങ്ങൾ തലമുടികളാണ്, പല്ലുകൾ ചന്ദ്രികയാണ്. ഉത്തരഹ, മേൽചുണ്ട്, ലജ്ജയും അധരഹ, താഴത്തെ ചുണ്ട് ലോഭവുമാണ്. അപ്പോൾ ലജ്ജയും ലോഭവുമാണ് ഭഗവാന്റെ രണ്ട് ചുണ്ടുകൾ. പിന്നെ ഈ വിരാട് പുരുഷന്റെ പ്രത്യേകത എന്താ? യാവാനയം വൈ പുരുഷോ യാവത്യാ സംസ്ഥയാമിത താവാനസാവപി മഹാപുരുഷോ ലോകസംസ്ഥയാ. താവാനസാവപി മഹാപുരുഷോ ലോകസംസ്ഥയാ. അയം പുരുഷ, ഈ വിരാട് പുരുഷൻ യാവത്യാ സംസ്ഥയ, എത്രത്തോളം അവയവവിഭാഗത്തിൽ, യാവാൻമിത, എത്രത്തോളം ഉണ്ട് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവോ, അസൗ മഹാപുരുഷാപി, ഈ മഹാപുരുഷനും ലോകസംസ്ഥയ, ലോകവിന്യാസം കൊണ്ട് താവാൻമിത, അത്രത്തോളം ഉള്ളവനാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, പറയപ്പെടാത്ത കാര്യങ്ങളുണ്ട് ഇല്ലേ? അവയവങ്ങളെ മുഴുവനായിട്ടൊന്നും പറഞ്ഞില്ല, ഇനിയും അവയവങ്ങളുണ്ട്. അത് ലോകവിഭാഗത്തിൽ ഉൾപ്പെടുത്തി കാണണം എന്നുള്ള അഭിപ്രായത്തോടു കൂടി പറയുകയാണ്. ഈ ലോകത്തിൽ കാണപ്പെടുന്ന ഒരു പുരുഷന് എന്തൊക്കെ അവയവങ്ങളുണ്ടോ, അവൻ എത്രത്തോളം ആകൃതി വലിപ്പമുള്ളവനാണോ, ഈ മഹാപുരുഷനും ഈ വിരാട് പുരുഷനും മൂന്ന് ലോകങ്ങളിൽ കാണപ്പെടുന്ന വിഭാഗങ്ങളോടും അവയവങ്ങളോടും കൂടിയവനാണ്, അത്രത്തോളം വലിപ്പമുള്ളവനുമാണ്. അപ്പോൾ ഒരു വൃഷ്ടിപുരുഷൻ അവൻ്റെ കൈവിരൽ കൊണ്ടളന്നാൽ 96 വിരൽ നീളമുള്ള ആണെങ്കിൽ മഹാപുരുഷനും അവിടുത്തെ കൈവിരലിന് അത്ര തന്നെ വലിപ്പമുള്ളവനാണ്. ആ വലിപ്പമാണ് കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായിട്ടുള്ള സകല ലോകങ്ങളും. ആ ലോകങ്ങളിലെ ഓരോ വിഭാഗങ്ങളെ ഭഗവാൻ ഓരോ അവയവങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പം ഇത് കാണാൻ പാകത്തിന് മനസ്സിനെ മഹത്താക്കി തീർക്കണം, എന്നാലേ ഇത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ കാണപ്പെടുന്ന ഓരോ വൃഷ്ടികളും മറ്റോരോ വൃഷ്ടി ശരീരങ്ങളിൽ നിന്നോ അവയുടെ പ്രവൃത്തിയിൽ നിന്നോ ഇച്ഛയിൽ നിന്നോ ബീജത്തിൽ നിന്നോ ജനിച്ചവരാണെങ്കിൽ അഖില ലോകത്തിലും സകല ലോകത്തിലും കാണപ്പെടുന്ന ചരാചരങ്ങൾ, ചരങ്ങളും അചരങ്ങളും ഭഗവാന്റെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി അല്ലേ? ഈ 3 ശക്തികളിൽ നിന്ന് ജനിച്ചതാണ്. ഭഗവാനിൽ നിന്ന് വേറിട്ടവയല്ല, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഈ ലോകത്തിൽ ഏകമാതാപിതാക്കന്മാരുടെ സന്താനങ്ങൾ സഹോദരഭാവത്തിൽ പരസ്പരം സൗഹാർദ്ദത്തോടുകൂടി സൗമനസ്യത്തോടുകൂടി ജീവിക്കുന്നത് കാണാം അല്ലേ? അത്
ആ സന്താനങ്ങൾ കുട്ടികൾ അങ്ങനെ കഴിയണ കാണുമ്പോൾ അച്ഛനമ്മമാർക്ക് വലിയ സന്തോഷം ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ സന്തോഷിപ്പിക്കുന്ന ഉത്തമ വ്യാപാരം എന്നത് സത്യവും ആദരണീയവുമാണെങ്കിൽ സമഷ്ടിലോകത്തിൽ, വിഷ്ടിലോകത്തിലല്ല സമഷ്ടിലോകത്തിൽ ഈശ്വരോപാസനയുടെ പരമ രഹസ്യം എന്ന പരമാർത്ഥ തത്വം ഇപ്പം എന്താ? എല്ലാവരെയും ചരാചരങ്ങളെ ഒരുപോലെ ആദരിച്ചു സഹായിച്ചാൽ ഭഗവാന് സന്തോഷം. ലോകഗുരുവായിരിക്കുന്ന ജഗദ്ഗുരു വേദവ്യാസൻ അല്ലേ, ഈ വർണ്ണനയിൽ വളരെ സ്പഷ്ടമായിട്ട് എല്ലാവരോടും സ്നേഹപൂർവ്വം നൽകുന്ന ഉപദേശമാണിത്. അപ്പം ഇത്തരത്തിൽ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും സ്നേഹപൂർവ്വം ചെയ്ത ഉപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, എല്ലാവരെയും നമ്മളെപ്പോലെ കണ്ടുകൊണ്ട് നമുക്ക് നമ്മളോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലേ. ഇതേപോലെ നമ്മളെ ഓരോരുത്തരും അവരവരെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ മറ്റുള്ളവരെയും കാണാനായിട്ട് ശ്രമിക്കുക. ആ രീതിയിൽ അനുഷ്ഠാനം ചെയ്യുക, അത് മനസ്സിലാക്കുക. അത് തന്നെയാണ് ഈശ്വരാനുഗ്രഹത്തിന് ഏറ്റവും വിശേഷമായിട്ടുള്ളത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ 9ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് 10ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. ഇന്ന് മുരളീധരൻ എന്ന ഓട്ടൂർ കവിതയോടുകൂടിയാണ് നമ്മൾ ആരംഭിച്ചത്. ആ ഭക്തോത്തമനായ ഓട്ടൂരിൻ്റെയും മുരളീധരനായിരിക്കുന്ന മുകുന്ദനായ മരുതാലയ വാസുൻ്റെയും പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറ
പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം.